ഇന്ന് നമ്മൾ പോകുന്നത് മൂകാംബികയിലെ ദേവീനെ കാണാനാണ്. മൂകാംബിക, കുടജാദ്രി, മുരുഡേശ്വര എന്നീ 3 സ്ഥലങ്ങളാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ ഇവിടുന്ന് 11:30യുടെ ട്രെയിനാണ് പോയത്. 11:15 ആലുവയിൽ നിന്ന് പുറപ്പെടും. പിന്നെ 8:00 ബൈണ്ടൂർ സ്റ്റേഷനിൽ എത്തുന്ന ട്രെയിനാണ് പോയത്. രാത്രി ഇവിടുന്ന് പുറപ്പെട്ട് രാവിലെ എത്തുന്ന ട്രെയിൻ ഉണ്ട്. ഒരു 7:30, 6:30, 7:00 എത്തുന്ന ട്രെയിൻ ഉണ്ട്. അപ്പം അതിന് പോവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി സൗകര്യമാണ്. രാവിലെ അവിടെ ചെന്ന് അവിടെ നമുക്ക് താമസിക്കാനായിട്ട് ദേവസ്വത്തിൻ്റെ തന്നെ റൂമുകളുണ്ട്, റേറ്റ് കുറവിന് കിട്ടുന്നത്. ഞങ്ങൾക്ക് 20 പേർക്ക് കൂടിയിട്ട് 500 രൂപയുടെ യാത്രി നിവാസ് എന്ന് പറഞ്ഞ ഒരു ഹാളാണ് കിട്ടിയത്. അവിടെ കിടക്ക 2 കട്ടിലും 2 ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ പായകളാണ് ഉണ്ടായിരുന്നത്. അങ്ങനെയൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളവിടെ താമസിച്ചു. പിന്നെ ബാത്റൂം ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ രാവിലെ കുളിച്ച് നേരത്തെ അമ്പലത്തിൽ കയറി. തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. രാവിലെ തന്നെ നേരത്തെ ആയതുകൊണ്ടാണ് തോന്നുന്നു തിരക്കുണ്ടായിരുന്നില്ല. പെട്ടെന്ന് തൊഴാൻ പറ്റി. അപ്പം അമ്പലത്തിൽ കയറി ദേവീനെ തൊഴുതു. ഇനി നമുക്ക് പോകേണ്ടത് കുടജാദ്രിയിലേക്കാണ് കേട്ടോ. കുടജാദ്രിയിലേക്ക് അത്യാവശ്യം മല കയറാനുണ്ട്. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട്, കുഞ്ഞുമക്കളൊക്കെ ഉള്ളതല്ലേ, ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വേണം പോവാനായിട്ട്. പിന്നെ കയറി വരുമ്പോഴത്തേക്കിനും അത്യാവശ്യം സമയമാവും. അപ്പം ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ കുടജാദ്രി മല കയറാൻ പോയി. അപ്പം താഴെ ദേവിയുടെ ഒരു ക്ഷേത്രമുണ്ട്. അവിടെ വരെ ട്രക്കിംഗ് ഉണ്ട് ജീപ്പിൽ. കുറച്ച് അങ്ങനെ ഓഫ് റോഡാണ്. കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും വയസ്സായവർക്കൊക്കെ കൊണ്ടുപോകുമ്പോൾ. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് മല കയറാനുണ്ട്. നമുക്ക് നടന്ന് തന്നെ കയറണം. എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് കിതപ്പൊക്കെ ഉള്ളതാണ്. അപ്പം അതുകൊണ്ടും വണ്ണുള്ളത് കൊണ്ടും കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കയറാൻ. എന്നാലും ഞാൻ കയറി. അവിടെയൊക്കെ കാണാനും ഉണ്ട്. പിന്നെ നമുക്ക് അവിടെ കയറി കഴിഞ്ഞാൽ മോക്ഷവും കിട്ടും എന്നാണ് പറയുന്നത്. അവിടെ കയറി ചെന്നപ്പോൾ അത്ര നേരം ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടൊക്കെ മാറി കേട്ടോ. അങ്ങനെ അവിടെയൊക്കെ കണ്ട്. പിന്നെ അവിടെ സന്യാസിമാരാണ്. അവിടെ പൈസയൊന്നും കൊടുക്കാൻ പാടില്ല. അപ്പൊ സന്യാസിമാര് നമുക്ക് പ്രസാദമൊക്കെ തരും. സർവജ്ഞ പീഠത്തിൽ അതിൻ്റെ അവിടെ സന്യാസിമാരാണ് പൂജിക്കാനിരിക്കുന്നത്. അപ്പൊ അവര് നമുക്ക് പ്രസാദമൊക്കെ തരും. അവിടെ പൈസ ഇടാൻ പാടില്ല കേട്ടോ. അപ്പൊ അങ്ങനെ അതൊക്കെ കണ്ട് നമ്മൾ പിന്നെ ഇനി പോവാനായിട്ടിരിക്കുന്നത് മുരുഡേശ്വരയിലാണ്. അപ്പൊ നമ്മള് സമയം പറയും ജീപ്പുകാര്. ആ സമയത്തിനുള്ളിൽ ഇറങ്ങി ചെല്ലണം കേട്ടോ. ഇറങ്ങാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനൊരു കോരി കയ്യിൽ പിടിച്ചിട്ടാണ് ഇറങ്ങി പോകുന്നത്. അങ്ങനെ ഒത്തിരി പേര് ഇറങ്ങി വരുന്നുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറങ്ങി പോകുമല്ലോ. പിന്നെ നമ്മൾ പോയത് മുരുഡേശ്വരയ്ക്കാണ്. മുരുഡേശ്വരയിലെ ഗോപുരമാണ് കേട്ടോ ഈ കാണുന്നത്. ഇത് രാത്രിയിലത്തെ വ്യൂ ആണ്. പകല് കാണാനായിട്ട് നല്ല ഭംഗിയാണ്. അപ്പം അതിൻ്റെ മുകളിൽ നിന്നിട്ട് ഉള്ള വ്യൂസാണ് ഇതൊക്കെ. 4 സൈഡിലും 4 വ്യൂസാണ്. ശിവന്റെ ഒരു ഇതും പിന്നെ ചുറ്റും കടലും അങ്ങനെയാണ്. എനിക്ക് പനിയുള്ളത് കൊണ്ട് എനിക്ക് കൂടുതൽ അങ്ങനെ പറയാൻ പറ്റുന്നില്ല കേട്ടോ. കാണാൻ നല്ല ഭംഗിയാണ്. എന്താ പറയാ, എൻ്റെ വീഡിയോയിൽ അത്ര ക്ലാരിറ്റി ആയിട്ട് തോന്നുന്നില്ലെങ്കിലും നേരിട്ട് കാണാനായിട്ട് നല്ല ഭംഗിയാണ്. പിന്നെ നമ്മൾ മുരുഡേശ്വരയിലേക്ക് വന്നത് മൂകാംബികയിൽ നിന്ന് ബസ്സിന് വന്ന് ബൈണ്ടൂര് വന്ന് ഇറങ്ങിയതിന് ശേഷം അവിടുന്ന് പിന്നെ ചെറിയ വണ്ടിയിൽ ഒരു 3 വണ്ടിയിലായിട്ടാണ് നമ്മൾ. ഒരു വണ്ടിക്ക് 1000 രൂപ വെച്ചിട്ടാണ് അവരെടുത്തത്. 3 വണ്ടിയിലായിട്ട്. അവിടുന്ന് ബസ് ഉണ്ട് കേട്ടോ. ബസ്സിന് വേണമെങ്കിൽ ബസ്സിന് പോരാം. എന്നിട്ട് പിന്നെ ഓട്ടോറിക്ഷ വിളിച്ചിട്ട് വേണം നമ്മൾ ക്ഷേത്രത്തിൻ്റെ അവിടേക്ക് എത്തണേ. അപ്പം നമ്മൾ വണ്ടിയിൽ പോന്നു. പിന്നെ അവിടെ രാത്രിയൊക്കെ നല്ല ഒരു അന്തരീക്ഷമാണ്. നമുക്കൊരു സമാധാനമൊക്കെ കിട്ടും കേട്ടോ അവിടെ ഇരിക്കുന്ന സമയത്ത്. അങ്ങനെ നമ്മൾ കുറച്ച് നേരമൊക്കെ അവിടെ സ്പെൻഡ് ചെയ്തു. പിന്നെ നമുക്ക് രാത്രി 1:30യുടെ ട്രെയിനാണ് ഇങ്ങോട്ട് തിരിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെയൊക്കെ തൊഴുത് പിന്നെ ആനന്ദമോൻ്റെ ബീച്ചിൽ കുറച്ച് നേരമൊക്കെ ഇറങ്ങി. ബീച്ചിൽ കുറച്ച് നേരമൊക്കെ കളിച്ചു. പിന്നെ അവിടെ ക്ലോക്ക് റൂമുണ്ട്. അപ്പോൾ അവിടെ വേണമെങ്കിൽ കുളിക്കാം. അല്ലെങ്കിൽ റൂം എടുക്കുന്നവർക്ക് റൂം സൗകര്യങ്ങളുണ്ട്. അപ്പം ഞങ്ങൾ ക്ലോക്ക് റൂം അവിടെ അതിൽ 30 രൂപ അങ്ങോട്ട് ചാർജ് ചെയ്യുന്നു. അപ്പം അവിടെ പോയിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് തിരിച്ച് പോരാനുള്ള പരിപാടികളൊക്കെ നോക്കി.